നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്താണ് ഇയാളെ പറ്റി പറയേണ്ടതെന്നറിയില്ല. മാസ്മരികം മെസ്സി. ഓരോ വാക്കുകൾ എടുത്ത് വിശേഷിപ്പിച്ച് ഇനി വാക്കുകളില്ല ഇയാളെക്കുറിച്ച് പറയാൻ. കഴിഞ്ഞ മത്സരത്തിൽ ഹാട്രിക് ആയിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ. ആ 2 ഗോളുകൾക്ക് അർജൻറ്റീന ഓസ്ട്രിയയെ പരാജയപ്പെടുത്തി. തുടർച്ചയായ 2ാം വിജയം. അതോടുകൂടി അർജൻറ്റീന റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കി കഴിഞ്ഞു, ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. ഇതിപ്പോൾ ആ പെനാൽറ്റി മെസ്സി മനഃപൂർവ്വം മിസ്സാക്കിയതാണോ? പൂർ പെനാൽറ്റി ആയിരുന്നു, പുറത്തേക്കാണ് പോയത്. അല്ല, താൻ ഏലിയനല്ല, മനുഷ്യനാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചെയ്ത പോലെ പിന്നീട് അദ്ദേഹത്തിൻ്റെ വക ഇരട്ട ഗോളുകൾ. അതിൽ അർജൻറ്റീന വിജയിച്ച് രാജകീയമായിട്ട് റൗണ്ട് ഓഫ് 32 കടന്നു. മത്സരത്തിൽ അർജൻറ്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ലയണൽ മെസ്സിയും ലൗട്രോ മാർട്ടിനസും തിയാഗോ അൽമേഡയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. മറുഭാഗത്താവട്ടെ സബിറ്റ്സറും അതുപോലെ തന്നെ ഗ്രിഗോറിച്ചും വാനറും ഷ്മിഡും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഓസ്ട്രിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ ആ പെനാൽറ്റി ലഭിക്കുന്നു. എന്നാൽ ലിയോ മെസ്സിയുടെ പെനാൽറ്റി പുറത്തേക്ക് പോകുന്നു. ഓസ്ട്രിയക്കാരൊന്ന് ആശ്വസിക്കുന്നു. ഇന്ന് മെസ്സിയുടെ ദിവസമല്ല എന്നവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റു. ഈ കളിയുടെ 38ാമത്തെ മിനിറ്റിൽ ഫെക്കുണ്ടോ മെദീനയുടെ ക്രോസ് മനോഹരമായിട്ട് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ലിയോ മെസ്സി ആദ്യത്തെ മിസ്സിന് പ്രായശ്ചിത്തം ചെയ്യുന്നു. ഇടവേള സമയത്ത് അർജന്റീന ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിൽ. 2ാം പകുതി ഇരുഭാഗത്തേക്കും പന്ത് അതിവേഗം കയറി ഇറങ്ങുന്ന കാഴ്ച. മത്സരം നല്ല രൂപത്തിൽ ത്രസിച്ചു നിൽക്കുന്നു. കളിയുടെ അവസാന ഘട്ടം ഏകപക്ഷീയമായ 1 ഗോളിന് അർജന്റീന വിജയിക്കുമെന്ന് തോന്നിച്ച ഘട്ടം. പക്ഷേ ലിയോ മെസ്സിയുടെ മനോഹരമായൊരു നീക്കം. മെസ്സി അത് മറുഭാഗത്തേക്ക് കൊടുക്കുന്നു. പക്ഷേ സഹതാരത്തിന് പന്ത് അടിക്കാൻ കഴിഞ്ഞെങ്കിലും അത് തടഞ്ഞിടുന്ന ഗോൾ കീപ്പർ. ആകെ അവിടെ പെനാൽറ്റി ബോക്സിൽ ഒരു കൂട്ടപ്പൊരിച്ചൽ. മെസ്സി അതാ ഒരു താരത്തിൻ്റെ കാലുകൾക്കിടയിലൂടെ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റുന്നു. ആ നിമിഷം ആരാധകർ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് പോയ നിമിഷം, മെസ്സിയുടെ ബ്രേസ് പിറന്ന നിമിഷം, അർജന്റീന വിജയിച്ച് ഇത് റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കിയ നിമിഷം. വാവ്, എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം ഓസ്ട്രിയയ്ക്ക് മേൽ നേടിക്കൊണ്ട് അർജന്റീന കളിച്ച് 2 കളികളും വിജയിച്ച് 6 പോയിന്റോടെ ഗ്രൂപ്പ് ജെയിൽ നിന്ന് 1ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നു. അവരിതാ മുന്നോട്ട് പോകും എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, മെസ്സിയുടെ ഈ 2 ഗോളുകളോടെ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലേറ്റവും അധികം ഗോളടിക്കുന്ന താരമെന്ന റെക്കോർഡ് മിറോസ്ലാവ് ക്ലോസയിൽ നിന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹം അങ്ങ് എടുത്തു മാറ്റി. 18 ഗോളായി മെസ്സിക്ക്, ക്ലോസയ്ക്ക് 16 ഗോളും. ഇനിയും ഒരു കാര്യം പറയട്ടെ, ഈ വേൾഡ് കപ്പിൽ അർജന്റീന 2 കളിയിൽ നിന്ന് 5 ഗോളും അടിച്ചു. ആ 5 ഗോളും ഈ മനുഷ്യൻ നേടിയതാണ്. വയസ്സേ 2 ദിവസം കഴിഞ്ഞാൽ 39. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.